സൂപ്പർ പ്രൈം ചർച്ച തുടരുന്നു. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അങ്ങ് നേരത്തെ പറഞ്ഞു ദേശീയ തലത്തിൽ ഇപ്പോൾ കൂട്ടുകക്ഷി മുന്നണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രാഗൽഭ്യം ഗുണകരമാകും എന്ന്. സാർ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ ഞാൻ ഇകഴ്ത്തി ചോദിക്കുകയല്ല, KC വേണുഗോപാൽ ആ കാര്യത്തിൽ എത്രയോ മുന്നിൽ നിൽക്കുന്നുവെന്നാണ് ഇപ്പോൾ ഈ 2 ദിവസമായി വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. കാരണം അദ്ദേഹത്തെ ആദ്യത്തെ ഒരു മലയാളി എത്തുന്നൊരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൈപിടിച്ച് രാഹുൽ ഇരുത്തിയത് തന്നെ പാർലമെൻറ്റിലെ ഉഗ്രൻ പ്രകടനം, അതുപോലെ തന്നെ കർണാടകത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, രാജസ്ഥാനിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, ഇങ്ങനെ ഒരുപാട് അപദാനങ്ങളാണ് വരുന്നത്. ഈ കേരളത്തിൽ ഒരിക്കൽ പോലും വേണുഗോപാലുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ലാത്ത പ്രാഗൽഭ്യമാണ് ഉത്തരേന്ത്യൻ ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു സംസ്ഥാനത്തിലും അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലുമൊക്കെ അദ്ദേഹം കാട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശോഭിച്ച് നിൽക്കുന്ന ഒരാളെ തൊട്ട വലം കൈയാക്കി വയ്ക്കുന്ന രാഹുലിന് ഈ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ അനിശ്ചിതത്വമുള്ള രാഷ്ട്രീയമാണ് വരുന്നതെങ്കിൽ ഉമ്മൻചാണ്ടി കൂടി ഇരിക്കട്ടെ എന്ന ഒരു തോന്നൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നാണോ സാർ? ഈ KC വേണുഗോപാലിൻ്റെ പറ്റി പറയുന്ന അപദാനങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ അദ്ദേഹം കൂടുതൽ വിവരങ്ങളിലേക്ക് പോകട്ടെ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോലെ ആദ്യത്തെ ഒരാളെന്നൊന്നും പറയരുത്. ഇവിടുന്ന് KP മാധവൻ നായർ ഏക ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. സംഘടനാ ചുമതലയുള്ള ആദ്യ മലയാളി എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷേ AICC ഏക ജനറൽ സെക്രട്ടറി, വേറെ ജനറൽ സെക്രട്ടറിമാരില്ലാതെ. ഇപ്പോൾ അത് സിസ്റ്റം മാറി, ഓരോ സംസ്ഥാനങ്ങൾ ചുമതലയുള്ള മന്ത്രിമാർ. അപ്പോൾ സംഘടനാ ചുമതല ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും അറിയുന്ന ഒരാൾ, എല്ലാ തീരുമാനങ്ങളും കൺസൾട്ടേഷൻ നടക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി, നല്ലൊരു ഉയർന്ന പദവി തന്നെയാണ്. വേണുവിനത് ലഭിച്ചത്, ഈ ചെറിയ പ്രായത്തിൽ ലഭിച്ചത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു അംഗീകാരമായിട്ട് ഞാനതിനെ കാണുകയും ചെയ്യുന്നു. പക്ഷേ അത് വേണുവോടുള്ളത് കൊണ്ട് ഉമ്മൻചാണ്ടി അങ്ങോട്ട് ചെല്ലരുതെന്നോ ഉമ്മൻചാണ്ടിക്ക് അവിടെ ഒരു പ്രസക്തി ഇല്ലെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്നുള്ളൊരു ചോദ്യത്തിന് അവിടുന്ന് ഹൈക്കമാൻഡിൻ്റെ ഒരു താല്പര്യമില്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എനിക്കിത്തവണ മത്സരിച്ച് പോകണം, എനിക്കവിടെ പോയി കേന്ദ്രത്തിൽ മന്ത്രിയാവണമെന്ന് അദ്ദേഹത്തിന് 1% പോലും ആഗ്രഹമോ ആ രീതിയിലുള്ള നീക്കമോ അദ്ദേഹം നടത്തുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അത് പിന്നെ വാഴക്കറിയാം, താങ്കൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി മത്സരിക്കാനൊരു സാധ്യത മത്സരിക്കുന്നുവെങ്കിൽ അത് ഹൈക്കമാൻഡിൻ്റെ താല്പര്യം മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാവും. ഒരുപക്ഷെ അത് അവിടെ അദ്ദേഹത്തെ ഉപയോഗിക്കാനാവാം. രണ്ടാമത് കേരളത്തിലെ സ്ഥിതികൾ മെച്ചപ്പെടുത്താനാവാം. കേരളത്തിൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഒരു പുതിയ നേതൃത്വം വരട്ടെ, രമേശ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു നേതൃത്വം വരട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഇതിപ്പോൾ 2.5 വർഷത്തെ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ 2.5 വർഷം കഴിഞ്ഞ് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം? ഞാൻ പറയട്ടെ, ഇപ്പോൾ രമേശ് പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് തൽക്കാലം ഉമ്മൻചാണ്ടി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഉമ്മൻചാണ്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പിന്നെ അദ്ദേഹമാണ് 2.5 വർഷം കഴിഞ്ഞിട്ട് KC വേണുഗോപാൽ ഒന്നുകൂടി. അങ്ങനെയാണല്ലോ നേരത്തെ കേന്ദ്രത്തിലേക്ക് പോയ AK ആന്റണി തിരിച്ചു വന്നല്ലോ. AK ആന്റണി തിരിച്ചു വന്ന് മുഖ്യമന്ത്രി ആയല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി അദ്ദേഹം വീണ്ടും പോയി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ അവസാനമാക്കാരാ? ആന്റണിയാണ്. 2 ഗ്രൂപ്പുകാരും ഈ 2 ഗ്രൂപ്പുകാരും അംഗീകരിക്കുന്നു. AK ആന്റണി ഒരു കാര്യം പറഞ്ഞാൽ KPC പ്രസിഡന്റ് കാര്യത്തിലാണെങ്കിൽ, ഇനി ഇവൻ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധി സ്വീകരിക്കും. അതുപോലെ തന്നെയായിരിക്കും ഉമ്മൻചാണ്ടി അവിടെ ചെന്ന് ഹൈക്കമാൻഡുമായി കൂടുതൽ ബന്ധപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരാളായി മാറിയേക്കാം. എനിക്ക് തോന്നുന്നത് ഇവിടെ തൽക്കാലം ആരെങ്കിലും പിന്നെ ഒഴിവാക്കാനാണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ സൗകര്യം കിട്ടാനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു സീറ്റ് അവർക്ക് വളരെ പ്രധാനമായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഉമ്മൻചാണ്ടി മത്സരരംഗത്തുണ്ട്. ഇപ്പോൾ ചെക്കൂട്ടി പറഞ്ഞതിനോടൊക്കെ എനിക്ക് യോജിപ്പാണ്. ചെറുപ്പക്കാർ വരണം, ഉമ്മൻചാണ്ടി മാറി നിന്നിട്ട് വരണം എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ചില ആളുകളെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അവരെ നമുക്ക് എടുത്ത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ മാറി നിന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന ചരിത്രങ്ങളുണ്ട്. രാഷ്ട്രീയം വിട്ടുപോയെന്നവരെ തിരിച്ചു കൊണ്ടുവന്ന ചരിത്രങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും സമ്മതിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അത് മറ്റ് 20 മണ്ഡലങ്ങളിലും UDFൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഇത് കിട്ടും. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഇടുക്കി പോലൊരിടത്ത് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ കൺഫൈൻഡ് ആയിപ്പോകും കുറേയൊക്കെ. ഇടുക്കി ഒരു വലിയ വാഴക്കേണ്ട സ്ഥലമാണ്. അല്ല, അതൊക്കെ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറയാം, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ 20 മണ്ഡലങ്ങളിലും അദ്ദേഹത്തെ അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യം ഇല്ലാതാവാം. കുറേയൊക്കെ അവിടെ കൺഫൈൻഡ് ആയിപ്പോൾ. ഇപ്പോൾ ഹൈക്കമാൻഡ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ഒരു തീരുമാനമെടുക്കുന്നത്. ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ തുടക്കത്തിലും പറഞ്ഞത്, ഇതൊരു വലിയ സംഭവമാണ്. ഉമ്മൻചാണ്ടി പോകുന്നു, ഉമ്മൻചാണ്ടി വിടുന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കയറ്റി വിടുന്നു, അത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. ഉമ്മൻചാണ്ടിയെ നമുക്കറിയാം. നാളെ അദ്ദേഹം അവിടെ ചെന്ന് കേന്ദ്രമന്ത്രിയായാലും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് തോന്നി അദ്ദേഹം ആ കളി കളിക്കാൻ അതിന് മിടുക്കൻ അദ്ദേഹം. ശരി, ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ ഡൽഹിയിലേക്ക് ഉമ്മൻചാണ്ടി പോയാൽ
ആ ഗ്രൂപ്പ് ഇവിടെ ഏത് രൂപത്തിൽ പ്രവർത്തിക്കും? ഇപ്പോൾ ഉമ്മൻചാണ്ടി അവിടെ നിന്നാലും അത് ചെയ്യാൻ കഴിയും, ആ കളികൾ നന്നായി വൈദഗ്ധ്യത്തോടെ നടപ്പാക്കാൻ കഴിയുന്ന ആളാണെന്ന് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടി അങ്ങോട്ട് പോകുന്നത് വഴി ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം, ഇവിടുത്തെ പാർട്ടിയുടെ ഒരു സ്വഭാവത്തിനൊരു പുതു ചൈതന്യം, പുതിയ ആളുകൾ വരിക, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇപ്പോഴത്തെ എന്തൊക്കെയാണോ ഈ KPCCയുടെ പ്രശ്നങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതിൻ്റെ ഒരു സ്വഭാവം മാറുമെന്നേ ഉള്ളൂ, അതല്ലാതെ പരിഹാരം വരുന്നില്ല ഇതിൽ എന്നതല്ലേ യാഥാർത്ഥ്യം? ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയം പിന്നെ കവർ ചെയ്യാൻ തുടങ്ങി ഒരു 10-35 വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഞാൻ കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, കോൺഗ്രസിനകത്ത് ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നത്. അത് എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ 2-3 ഗ്രൂപ്പുകളായിട്ട് ഓരോ നേതാക്കന്മാർ തലമുറ കൈമാറി ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ അപ്രത്യക്ഷമാവുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു പൊതുവിലുള്ള ലിബറൽ സമീപനങ്ങൾ അപ്രത്യക്ഷമാവുകയാണ്. ഇതിനെല്ലാം പകരമായിട്ട് അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാരുടെ ചുറ്റിപ്പറ്റിയുള്ള കുറേ സ്ഥാപിത താല്പര്യങ്ങളുള്ള ആളുകൾ പിന്നെ ഉയർന്നു വരുന്നു, അവർ പദവികളിലേക്ക് വരുന്നു, അവർ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളായിട്ട് മാറുന്നു. ഇത് കോൺഗ്രസ്സിന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്, സത്യത്തിൽ വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കരുണാകരൻ മാറി, ആൻ്റണി മാറി. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ മാറണമെങ്കിൽ ആ ഒരു പാരമ്പര്യം പുലർത്തുന്ന നേതാക്കൾ എല്ലാവരും മാറുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ബാക്കിയുള്ളത് നിർഭാഗ്യവശാൽ ഉമ്മൻചാണ്ടിയാണ്. ബാക്കിയുള്ള ആളുകളൊന്നും ആ തരത്തിൽ വയലാർ വേറെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ അപ്രസക്തമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ തലമുറ മാറിക്കഴിഞ്ഞു, ഒരു തലമുറ മാറ്റം കോൺഗ്രസ്സിന് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ കേരളത്തിലെ പ്രശ്നം വെച്ചാൽ ഉമ്മൻചാണ്ടി ഏതാണ്ട് ഒരു വലിയ വടവൃക്ഷം പോലെ നിൽക്കുകയാണ് പാർട്ടിക്കകത്ത്. അപ്പോൾ വടവൃക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വടവൃക്ഷം ഒരുപാട് വലിയ നല്ല മരമാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അതിനെ ചുറ്റിലും അതിൻ്റെ ശിഖരങ്ങളിലും താഴെ ഒക്കെ ആയിട്ട് ഒരുപാട് താല്പര്യങ്ങൾ, അത് കടലക്കച്ചവടക്കാരും മുച്ചിട്ട് കളിക്കാരും ഒക്കെ ഉണ്ടാവും. ആ തരത്തിലുള്ള ഒരുപാട് ഇടപാടുകൾ നിർഭാഗ്യവശാൽ ഇന്ന് കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു നേതാവുണ്ട്, KC ജോസഫ്. അദ്ദേഹത്തെ പോലെ ഒരാളെ എങ്ങനെയാണ് മത്സരിപ്പിച്ചത് എനിക്ക് അത്ഭുതപ്പെട്ടു തോന്നിയിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ തന്നെ മത്സരിപ്പിക്കാൻ അദ്ദേഹം വാശി പിടിച്ചു. ഈ സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഗുണങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള പാരമ്പര്യവും ഒക്കെ പ്രധാനമാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഇന്ന് കേരളത്തിലെ പുതിയ ഒരു തലമുറ രാഷ്ട്രീയത്തിൽ ഒരു വെളിച്ചം വരട്ടെ, ഒരു ഫ്രീ കോമ്പറ്റീഷൻ വരട്ടെ, ഒരു കോമ്പറ്റേറ്റീവ് ഒരു കോൺഗ്രസ് പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരുപാട് പുതിയ ലീഡേഴ്സ് ഉയർന്നു വരും. അതിന് അദ്ദേഹം തൽക്കാലം കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് നല്ലതായിരിക്കും. ഒരു വെളിച്ചം ഉണ്ടാവും. കാരണം വടവൃക്ഷത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു താഴോട്ട് പുതിയ സൂര്യകിരണങ്ങൾ വരാൻ, പുതിയ ഷൂട്ടുകൾ വരുന്നതിന് തടസ്സമാണ്. ആ ഒരു തടസ്സം അദ്ദേഹം മാറുന്നത് വഴി മാറിക്കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ടല്ല, പക്ഷേ കോൺഗ്രസിന് വളരണമെങ്കിൽ പുതിയൊരു തലമുറ വന്നേ തീരൂ എന്നുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി, ഞാനൊരു ഇടവേളയിൽ കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം കൃത്യമായി ചൂണ്ടിക്കാട്ടിയ കാര്യത്തിനുള്ള മറുപടി. അതായത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു രമേശ് ചെന്നിത്തല, പക്ഷെ നാളെ വേണുഗോപാൽ വന്നിറങ്ങിയാൽ, നേതൃമാറ്റം ആവശ്യപ്പെട്ടാൽ വെറുതെ രമേശിനെ എന്നെ തമ്മിൽ ശത്രുക്കളാക്കണ്ട, ഞാനതല്ല പറഞ്ഞത്. അങ്ങനെയല്ല, സാധ്യതകൾ രാഷ്ട്രീയത്തിൽ ആർക്കെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 വർഷം കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോൾ പ്രവചിക്കാനാവില്ല. ഒരുപാട് സാധ്യതകൾ രാഷ്ട്രീയത്തിലുണ്ടാകാം. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ഭംഗിയായിട്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു, മുന്നോട്ട് പോകുന്നു. KC വേണുഗോപാൽ എന്ന കോൺഗ്രസ് പ്രസിഡൻറ്റിന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നു. ആ ദൗത്യവുമായി ശ്രീ KC വേണുഗോപാൽ മുന്നോട്ട് പോകുന്നു. ഉമ്മൻചാണ്ടിയെപ്പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിനെയും രാഹുൽ ഗാന്ധി കൂടെ കൊണ്ടുപോകുന്നു പല കാര്യങ്ങൾക്കായിട്ട്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ അറിയാവുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇന്ത്യ പോലെ ഇത്രയും വിസ്തൃതമായ ഒരു വലിയ രാജ്യത്ത്
ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ എല്ലാ വിഭാഗത്തിൻ്റെയും എല്ലാ മേഖലയിൽ നിന്നും കിട്ടാവുന്ന മുഴുവൻ സഹായവും അദ്ദേഹം സമാഹരിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി നിൽക്കണമെന്ന് പറഞ്ഞാൽ പോലും ഉമ്മൻചാണ്ടിയെ നിർത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു, ഹൈക്കമാൻഡും ഉമ്മൻചാണ്ടിയും മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ഒരു നേതൃത്വവും അക്കാര്യത്തിൽ അദ്ദേഹത്തെ വിടണമെന്നോ വിടണ്ടായെന്നോ ഉള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുകയുമില്ല. പക്ഷേ ഈ നേതൃമാറ്റം അടക്കമുള്ള സാധ്യതകൾ പല കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പം തന്നെ അടക്കം പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന സാധ്യത വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരു നിർണായക ഘട്ടം എത്തുമ്പോൾ നേതൃമാറ്റം ആവശ്യപ്പെടും, കാരണം ഇഫക്റ്റീവ് അല്ല പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം എന്ന്. അതങ്ങനെയൊന്നും ആരും പറയാൻ സാധ്യതയില്ല. കേരളത്തിലെ പ്രതിപക്ഷം എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കാലം തന്നെയാണ്. പിന്നെ കേരള രാഷ്ട്രീയത്തിൽ കുറേ മാറ്റങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. കാരണം പണ്ട് ബൈപ്പോളറായിരുന്നു, UDF LDF മാത്രമായിരുന്നു. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന മറ്റൊരു കക്ഷി കൂടി ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ടി വരും. അതല്ലാതെ എനിക്ക് തോന്നുന്നു നിയമസഭയിൽ വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. ഏത് വിഷയവും കൈകാര്യം ചെയ്യാനും ഏത് വിഷയവും ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനും വളരെ ഭംഗിയായി കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും വളരെ മികവ് കാണിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. ശരി, അവസാനമായി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഈ ഉമ്മൻചാണ്ടി ഒരു വടവൃക്ഷം ബാക്കി ആർക്കും വളരാൻ കഴിയുന്നില്ല എന്ന് ശ്രീ ചെക്കുട്ടി പറഞ്ഞതിനുള്ള മറുപടി. ഒപ്പം ഒരു കാര്യം കൂടി സാർ, ഇവരൊക്കെ ഈ മക്കളെയും കൂടെ കൊണ്ടുവരാൻ ഇപ്പോൾ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ലോക്സഭയിലേക്ക് പോവുകയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമോ? ആ സാധ്യത ശ്രീ വാഴക്കൻ ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കില്ലെങ്കിലും ഉള്ളാലെ തള്ളിക്കളയില്ല. ഇപ്പോൾ AK ആൻ്റണിയുടെ മകനെ ഇപ്പോൾ ഇവിടുത്തെ ഈ ഡിജിറ്റൽ സെല്ലിൻ്റെ കൺവീനറാക്കിയിരിക്കുകയാണ്. ചില യുവ നേതാക്കന്മാർ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവർ അപ്രീതിക്ക് പാത്രീഭവിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ മാറുമ്പോൾ മക്കളെ കൊണ്ടുവരിക എന്നൊരു സാധ്യത കൂടി വെക്കുകയാണ് എങ്കിൽ ശ്രീ ചെക്കുട്ടി പറയുന്നൊരു ഭാവി ശോഭനകരമാകുന്നൊരു സാധ്യത പോലും കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയില്ല എന്നാണോ? അതിനുമ്പോൾ വേണു ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ ഇടക്കാലത്തൊരു നേതൃമാറ്റം അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു പറയുന്നതേ, നമുക്കറിയാം കുറേ കാലമായിട്ട് പിന്നെ നിയമസഭയുടെ കാലാവധി പകുതിയാകുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ എല്ലാ സമയത്തും ഈ ചർച്ച ഇങ്ങനെ ഉയർന്നു വരും. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ഒരു നേതൃമാറ്റം ഉണ്ടാവും. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്പം ക്ഷീണം സംഭവിച്ചു, ഉടനെ നേതാവിനെ മാറ്റുക, അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അത് വളരെ കോൺഗ്രസിൻ്റെ ചേർന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് വരും. അതിനിപ്പോൾ തൽക്കാലം അതിന് വലിയൊരു കാര്യമൊന്നുമില്ല. പിന്നെ ഉമ്മൻചാണ്ടി വടവൃക്ഷമാണ്, അതിനെ നമുക്ക് വെട്ടിമാറ്റണം അല്ലെങ്കിൽ ഇവിടെ നാട് കടത്തണമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഒരു വടവൃക്ഷമായി വളർന്നു പോയതൊരു വലിയ അപരാധമാണോ? നമ്മുടെ വീട്ടിലൊരു മുത്തശ്ശനുണ്ട്, ആ മുത്തശ്ശൻ വളരെ ശക്തിമാനാണ്, നമ്മളെയൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ച് നയിച്ച് നിൽക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പുള്ളിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? നമ്മുടെ മുത്തശ്ശനായി പോയില്ലേ? ആ പുതിയ ആളുകൾ വരണം, നേതാക്കൾ വരണം. അപ്പോൾ അവിടെ താങ്കൾ പറഞ്ഞ ഈ പ്രശ്നമുണ്ട്. ഉടനെ ഈ മക്കൾ രാഷ്ട്രീയമാണോ വരുന്നത്? ഈ മക്കളാ വരുന്നതെങ്കിൽ പിന്നെ ഏത് ചെറുപ്പക്കാരനാണ്? പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്ക് കോൺഗ്രസിനെ കുറിച്ച് ഞാനും കുറേ കാലം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുള്ള ഒരു പത്രപ്രവർത്തനം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി പോയി, അല്ലെങ്കിൽ രമേശ് അങ്ങ് പോയി, അല്ലെങ്കിൽ ആൻ്റണി അങ്ങ് പോയി, ഇത് കഴിഞ്ഞാൽ ഗ്രൂപ്പില്ലാത്ത ഒരു കോൺഗ്രസ് കേരളത്തിലുണ്ടാകുമോ? കേരളത്തിലെ ഒരു വാർഡ് പ്രസിഡന്റ് മുതൽ മുകളിലോട്ട്, ഞാൻ ജോസഫ് വാഴക്കനുണ്ടല്ലോ, ഗ്രൂപ്പില്ലാത്ത ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ? ഇപ്പം നമ്മൾ ഗ്രൂപ്പില്ലാതെ ഒരു KPC പ്രസിഡന്റിനെ കൊണ്ടുവന്നു, അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ഇവിടെ ചേക്കുട്ടി ചില കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഗ്രൂപ്പില്ല എന്ന് എല്ലാവരും വിചാരിച്ചു നമ്മൾ ഗ്രൂപ്പെല്ലാം മരിച്ചു പോകും, ഗ്രൂപ്പെല്ലാം തീർന്നു, ഗ്രൂപ്പില്ലാത്തൊരു കോൺഗ്രസ് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഉണ്ടായത്? പ്രസിഡന്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക ചെയ്തത്. അപ്പോൾ ഗ്രൂപ്പില്ലാത്ത ആരാ ഉള്ളത്? ഇപ്പം ഞാൻ ഈ കോൺഗ്രസിനോട് വളരെ സങ്കടത്തോടുകൂടി പറയാം. എനിക്ക് ഈ മുരളീധരൻ ഇപ്പം അദ്ദേഹം കുറച്ച് അനഭിമതനൊക്കെ ആയിരുന്നു, അദ്ദേഹം കുറച്ചുകൂടെ മുന്നിലോട്ട് വരുന്ന നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിനൊരു ഫോളോയിങ് ഉണ്ട്, അദ്ദേഹത്തിനൊരു രീതിയുണ്ട്, അദ്ദേഹത്തിന് ചില കഴിവുകളുണ്ട്. അദ്ദേഹത്തിന് ഈ പ്രചാരണ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തതേ, അദ്ദേഹം നേരത്തെ KPC പ്രസിഡന്റ് ആയിരുന്നു, അത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പദവിയാണ്, പക്ഷേ അത് കൊടുത്തു, അതൊരു പ്രധാനപ്പെട്ട പദവി എന്നുള്ള നിലയിൽ തന്നെയാണ് കൊടുത്തത്. പക്ഷേ അന്ന് മുതൽ ഞാൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെ ചവിട്ടാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാനതിൻ്റെ കുറ്റമല്ല, ഒരാളെക്കുറിച്ചല്ല പറഞ്ഞത്, അതാണ് കോൺഗ്രസിൻ്റെ രീതി. ഇവിടെ ഗ്രൂപ്പ് ഒഴിവാക്കിയിട്ട് ഉമ്മൻചാണ്ടി പോയതുകൊണ്ടോ ഇനി നാളെ രമേശിനെ എവിടെയെങ്കിലും നാട് കടത്തിയിട്ടുണ്ടോ ഒന്നും ഇവിടെ ഗ്രൂപ്പിലാവുന്ന കോൺഗ്രസിൻ്റെ സ്വതസിദ്ധം രക്തത്തിൽ അലിഞ്ഞ് കിടക്കുന്ന ഒരു സാധ്യത ഇന്നലെ തുടങ്ങിയതല്ല, എത്രയോ വർഷങ്ങളായിട്ട്. പിന്നെ CK ഗോവിന്ദൻ നായരെ ഒരു വലിയ പുരോഗമനകാരിയായ ഒരു നേതാവായിട്ട് അന്നു മുതൽ തുടങ്ങിയത് അല്ല,
കോൺഗ്രസ് കൂടെ ഉണ്ടായപ്പോൾ മുതൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നത്. അന്ന് മുതൽ ഗ്രൂപ്പാണ്, ഗാന്ധിസ്റ്റുകൾ ഒരു ഭാഗത്ത്, സോഷ്യലിസ്റ്റുകൾ ഒരു ഭാഗത്ത്. അതിനുശേഷം പിന്നീട് എത്രയോ കാലം പിന്നെ പി ടി ചാക്കോയും ഇത് ജനാധിപത്യ പാർട്ടിയാണ്, അതുകൊണ്ടാണ് പി ടി ചാക്കോയും എല്ലാ അഭിപ്രായങ്ങൾക്കും ഇവിടെ ഒന്നിച്ചു പോകാൻ കഴിയും. ആയിക്കോട്ടെ, നന്നായി പൊക്കോട്ടെ, എനിക്ക് അതിനകത്തൊന്നും ഒരു യാതൊരു വിരോധവും ഇല്ല, നന്നായി പോട്ടെ. പക്ഷേ ഗ്രൂപ്പില്ലാത്ത ഒരു കോൺഗ്രസിനെ പിന്നെ ഒരു സ്വപ്നം കാണുന്നത്, എന്തോ ഒരു കിനാശ്ശേരിയെക്കുറിച്ച് ഒരു സ്വപ്നം കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പ് പോലെ ഉണ്ടല്ലോ. ശരി സാർ, സമയം കഴിയും. ഗ്രൂപ്പ് അല്ല കോൺഗ്രസ്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.